കോഴിക്കോടൻ വാർത്തയിലേക്ക് സ്വാഗതം. മേപ്പാടി മുണ്ടക്കയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ മരണം 76ആയി. ചാലിയാർ പുഴയിൽ നിന്ന് 9 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കണക്കാണിത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതായി സംശയം. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതോടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടോയെന്ന് സംശയം ഉയർന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഇടപെടലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റ്യാടി ചുഴലിക്കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിലാണ് കായക്കൊടി, എള്ളീക്കാമ്പാറ, പുന്നത്തോട്ടത്തിൽ ബിജുവിന്റെ വീടിന് മുകളിൽ മരം വീണത്. വീടിന് കേടുപാടുണ്ട്. ആർക്കും പരിക്കില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്കൊപ്പം കാറ്റും പതിവായതോടെ ഭീതിയിലായി ജനം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റ്യാടി മേഖലയിൽ ഒട്ടേറെ നാശങ്ങൾക്കിടയാക്കിയ ചുഴലിക്കാറ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്കും ആഞ്ഞുവീശി. മരുതോങ്കര അങ്ങാടിയിൽ തെങ്ങ് വൈദ്യുതി ലൈനിൽ വീണ് കത്തിയത് ഭീതി പരത്തി. കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. ആനക്കാംപൊയിൽ, മുത്തപ്പൻപുഴ, തുഷാരഗിരി, പൂവാറന്തോട്, തിരുവമ്പാടി, കക്കാടംപൊയിൽ, താമരശ്ശേരി തുടങ്ങിയ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പുഴകളിൽ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നു. മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റുമുണ്ട്. രാത്രി കനത്ത മഴ തുടരുന്ന മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ, കക്കാടംപൊയിൽ, പൂവാറന്തോട് എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. താമരശ്ശേരി മലയോര മേഖലയിൽ തുടരുന്ന ശക്തമായ മഴയിൽ ദുരിതത്തോടൊപ്പം വെള്ളപ്പാച്ചിൽ ഭീതിയും. കുത്തൊഴുക്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. അടിവാരം, പൊട്ടിക്കൈ, കുന്തളം തേര്, അടിവാരം, പോത്തുണ്ടി, പുലിക്കയം തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി. ചാലിപ്പുഴ, പൂനൂർ പുഴ, കൂടത്തായ് പുഴ എന്നിവയെല്ലാം വെള്ളം കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണുള്ളത്. കോട്ടക്കുന്ന് വഴി പോകേണ്ട ബസ്സുകൾ റൂട്ട് മാറി ഓടുന്നതിൽ പ്രതിഷേധിച്ച് കോട്ടക്കുന്ന് കാൽവരി ഹിൽസ് റോഡ് ഗതാഗത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രബോധിനി ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ചാലിയം, കടലുണ്ടി, പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക് കോട്ടക്കുന്ന് വഴി സർവീസ് നടത്തേണ്ട ബസ്സുകളാണ് പ്രബോധിനിയിൽ നിന്നും ബൈപ്പാസ് റോഡ് വഴി പോകുന്നത്. ഇത് മേഖലയിൽ യാത്രാക്ലേശം സൃഷ്ടിച്ചതോടെയാണ് ജനം പ്രതിഷേധവുമായി ഇറങ്ങിയത്. കോതിയിലും ആവിക്കൽ തോടിലും സ്ഥാപിക്കാനിരുന്ന മലിനജല സംസ്കരണ പ്ലാന്റുകൾ വെസ്റ്റ് ഹിൽ വ്യവസായ എസ്റ്റേറ്റ് മേഖലയിലേക്ക് മാറ്റാൻ തീരുമാനം. മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന കോർപ്പറേഷന്റെ പ്രത്യേക കൗൺസിൽ യോഗത്തിലാണ് തീരുമാനമായത്. ഒറ്റ പദ്ധതിയായാണ് നടപ്പാക്കുക. വെസ്റ്റ് ഹില്ലിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ആവിക്കലിലേക്ക് മാറ്റാനും തീരുമാനമായി. കോതിയിലെയും ആവിക്കലിലെയും പദ്ധതിയെ എതിർത്ത UDF തീരുമാനത്തെ സ്വാഗതം ചെയ്തു. പേരാമ്പ്ര കുടിവെള്ള പൈപ്പുകൾ ചോർച്ച അടയ്ക്കാത്തതിനാൽ ചങ്ങരോത്ത് മേഖലയിൽ ബാറൽ കണക്കിന് കുടിവെള്ളം പാഴാകുന്നതായി പരാതി. ഒഴുകിയെത്തുന്ന കുടിവെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നതിനാൽ റോഡുകളും തകർച്ചയുടെ വക്കിലാണ്. MUP സ്കൂൾ റോഡിൽ മാസങ്ങളായി തുടരുന്ന പൈപ്പ് ചോർച്ച ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. ഇവിടെ 1 മാസം മുമ്പാണ് റോഡ് ടാറിങ്ങും സൈഡ് കോൺക്രീറ്റും നടന്നത്. പൈപ്പ് നന്നാക്കണമെങ്കിൽ സൈഡ് കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണെന്ന് സമീപവാസികൾ പറഞ്ഞു. ജല അതോറിറ്റി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ കാലപ്പഴക്കം ചെന്ന പൈപ്പാണ് ഈ റോഡിൽ നിരന്തരം പൊട്ടുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വളയം ചെറുമോത്ത് 3 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. ആവലത്ത് സജീറിന്റെ മകൻ മുഹമ്മദ് സഹലാണ് മുങ്ങി മരിച്ചത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ തോടിൽ നിന്നും കുട്ടിയെ കിട്ടിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.